നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രി മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നാളെ വാവയ്ക്ക് ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ ലഞ്ചിന് ഫ്രൈഡ് റൈസ് കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി ഞാൻ വേവിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് റൈസ് ബസ്മതി അരിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അരി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് കറി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ വാവയ്ക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കറി കഴിക്കാനും താല്പര്യമില്ല. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയാലും കറി മേടിക്കുകയാണെങ്കിൽ ആൾ കറി കൂട്ടി കഴിക്കില്ല, സോസ് ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ അരി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വാവയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ ബീൻസ്, ക്യാരറ്റ്, സവോള, അതുപോലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാബേജ് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കവും കട്ട് ചെയ്ത് വെക്കാം. സവോള കുറച്ച് എടുക്കുന്നുള്ളൂ. അത് ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെക്കുന്നുണ്ട്. അത് രാവിലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നീളത്തിലും കട്ട് ചെയ്യാം, ഇതുപോലെ ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബീൻസും ക്യാപ്സിക്കവും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ക്യാരറ്റ് നീളത്തിനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ വെജിറ്റബിൾസൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ കട്ട് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് അതിന് വേണ്ടിയിട്ട് ടൈം കളയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കൂടുതലും കട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും ടൈം പോകുന്നതെന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ് കേട്ടോ. അത് ഞാൻ ഭയങ്കര സ്ലോയാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസമേ ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അതാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. പിന്നെ കട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ സവോള മാത്രം ആ സമയത്തൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞെടുക്കുകയാണ്, കനം കുറച്ചിട്ട്. പിന്നെ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിയുന്നുണ്ട്. അപ്പോൾ വാവ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് പഞ്ചസാര കിടന്ന ആ ഒരു സ്പൂണാണ്. അതെടുത്തിട്ട് അതിലെ പഞ്ചസാര ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയർ അവിടെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെയറിലാണ് ഇരിക്കുന്നത് ആൾ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ക്യാരറ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഫസ്റ്റൊക്കെ എടുത്തപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല, എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്ത് വെക്കുന്ന കുറയല്ലേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിലിരിപ്പുണ്ട്, എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. പിന്നെ ആൾ ഫ്രിഡ്ജിലോട്ട് പോയിട്ടുണ്ട് ക്യാരറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് അത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് സവോളയും അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ കഴുകിയിട്ട് അതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ വന്നിട്ട് അതെടുക്കണ്ട ഇതെടുക്കണ്ട അങ്ങനെ ചെയ്യണ്ടല്ലോ. എല്ലാം ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാവുമല്ലോ. അപ്പോൾ നമ്മുടെ അരി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുക്കർ അടയ്ക്കാതെയാണ് കേട്ടോ. ഞാൻ കുക്കറിൽ അല്ലാതെ തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കുകയാണ്. ഒരു 80% കുക്കായി കഴിഞ്ഞാൽ മതി. ഇങ്ങനെ കുക്കാകണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുഴഞ്ഞു പോവും. അപ്പോൾ ഞാൻ അതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെള്ളം മാറാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇതുപോലെ ചൂടുവെള്ളം സിങ്കിൽ ഒഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു പൈപ്പ് തുറന്നിട്ടേക്കുന്നത് കേട്ടോ. ചിലപ്പം അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പല്ലേ, അപ്പോൾ ചിലപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ആയാലോ എന്ന് വിചാരിച്ച് ഞാൻ വെള്ളം ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി ഇതുപോലെ ഒരു അരിപ്പയിൽ മാറ്റിയിട്ട് അതങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂട് മാറിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ വാവയുടെ പാത്രമൊക്കെ ഞാനിങ്ങനെ ലഞ്ച് ബോക്സൊക്കെ അവിടെ കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റ് കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് കേട്ടോ. 5 മണിക്ക് എഴുന്നേറ്റിട്ട് കിച്ചണിൽ വന്ന് നോക്കുകയാണ്. ഞാൻ ഏകദേശം ക്ലീനൊക്കെ ആക്കി ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന് നമ്മളിങ്ങനെ വരാൻ നേരത്തൊരു മടുപ്പ് തോന്നില്ല. നമ്മൾ കിച്ചണൊക്കെ മിസ്സായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിയുമ്പോൾ ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഒരു മടിയായിരിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ രാത്രി തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ടാണ് പോയി കിടക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ
ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ടിട്ട് അത് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പനീറും കൂടി നമുക്ക് ഫ്രൈഡ് റൈസിൽ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പനീർ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് മാത്രം എടുക്കുന്നു. ഇതിൻ്റെ പകുതി എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ക്യൂബ്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഈ പനീർ മേടിച്ചത് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്നുള്ളൊരു ഐഡിയയിലാണ്. പക്ഷേ വാവ കഴിക്കില്ല കേട്ടോ. അതൊന്നും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആൾ ഗ്രേവി ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കറി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചത്. കൊടുത്ത് വിടുന്ന വെറുതെ ആയിരിക്കും, വേസ്റ്റാക്കും, തിരിച്ച് ഇത് കൊണ്ടുവരും, പിന്നെ ഞാൻ അതെടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ കറി ഉണ്ടാക്കാത്തത്. അപ്പോൾ അത് ഇത്രയും പനീർ മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ഒരു ഫ്രൈഡ് റൈസിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കട്ടൻ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ പണി കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്തൊന്ന് കുടിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഇതിന് സമയം കിട്ടില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചായ കുടിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരം നിന്നിങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യണം. നമ്മൾ ഫ്രൈഡ് റൈസിനും ഒക്കെ ബട്ടറല്ലേ നല്ലത്. പക്ഷേ അതിൻ്റെ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലാണ് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ കാണും, പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് അടികട്ടിയുള്ള പാത്രം ഇല്ലായിരുന്നു, ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ഇച്ചിരി വലിപ്പം കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ്. ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തു, പിന്നെ അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്കൊരു ഹാഫ് കുക്ക് മതി കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് അടി പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് സോയാ സോസും അതുപോലെ കുറച്ച് വിനിഗറും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാവും. നമുക്ക് സോസൊക്കെ ഇല്ലേ, ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത്. വാവയ്ക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്തതിന് ശേഷം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഞാൻ വാവയ്ക്ക് ഒരു മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പത്തിന് ഞാൻ അരിമാവ് ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച മാവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല, കുറച്ച് ഹാർഡാവുന്നുണ്ട്. തണുക്കുമ്പോഴും നല്ലതായിട്ട് ഹാർഡാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ പുഴുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൽ വെള്ളം കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല വെട്ടം വീണിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ചു. അത് പിന്നെ ഞാനെടുത്ത് മാറ്റി വയ്ച്ചു. അത് കഴിഞ്ഞിട്ട് ചായക്ക് പാൽ വയ്ക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ആദ്യം ചൂടുവെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അതിനുശേഷം തണുത്തതിന് ശേഷം കൈ ഞാൻ വയ്ക്കാറില്ല കേട്ടോ, അല്ലെങ്കിൽ കൈ പൊള്ളി പോകുമല്ലോ. ഞാൻ പിന്നെ അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാല് തിളച്ചു. അപ്പോൾ വാവയ്ക്ക് ഞാൻ ഒരു ഗ്ലാസ് പാല് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ചായ അധികം കുടിക്കാറില്ല, പാലും അധികം കുടിക്കാറില്ല, എന്നാലും ഞാൻ കുടിപ്പിക്കും. 2-3 കവളൊക്കെ കുടിക്കും. ഫുള്ള് കുടിക്കുകയൊന്നുമില്ല. ഈ ഒരു ഗ്ലാസ് മാറ്റി വയ്ക്കുന്നെങ്കിലും ആൾ ഫുള്ള് കുടിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ തട്ടിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് മാവ് ഇങ്ങനെ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ഇതില്ലേ,
അതിങ്ങനെ പ്രസ് ചെയ്യുന്ന ടൈപ്പാണ്, കറക്കുന്ന ടൈപ്പല്ല, പ്രസ് ചെയ്യുന്ന ടൈപ്പാണ്. ആദ്യം ഞാനിവിടെ വന്ന ടൈമിൽ എനിക്കിത് ഭയങ്കര പാടായിരുന്നു പ്രസ് ചെയ്തിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഈസിയായി കേട്ടോ. അപ്പം നമ്മുടെ ഇടിയപ്പം ഒരു തട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, 2 തട്ട് ഫുള്ളായിട്ട് കാണില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. വെറുതെ നമുക്ക് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ചുണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു മഴ കഴിഞ്ഞിട്ടുണ്ട്, ഇതാ ഫുള്ള് നനഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ആ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു നല്ലൊരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയിരുന്നിട്ട് ഞാനിങ്ങനെ മഴ ആ ഒരു ടൈമിൽ പുറത്ത് നോക്കിയൊക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:30 ആകുമ്പോൾ എൻ്റെ പണിയെല്ലാം കഴിയും. അത് കഴിഞ്ഞ് പിന്നെ 7 മണി വരെ ഞാൻ റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് വാവയെ പോയി എഴുന്നേൽപ്പിച്ചു, പല്ലേൽപ്പിച്ചു, ഒന്ന് കുളിപ്പിച്ച് ഫുഡെല്ലാം കൊടുത്തിട്ട് ഞാൻ ലഞ്ച് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രൈഡ് റൈസും അതുപോലെ സോസ് വയ്ക്കുന്നുണ്ട്. കുറച്ച് സോസും ഒരു സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ സോസ് വയ്ക്കുന്നുണ്ട്. ആൾക്ക് സോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കും. ഞാൻ പിന്നെ ഒളിപ്പിച്ചൊക്കെയാണ് വെക്കുന്നത് ഫ്രിഡ്ജിനകത്ത്. ചിലപ്പോൾ ഫ്രിഡ്ജ് ഞാൻ പൂട്ടിയിടും. സോസ് അങ്ങനെ അധികം കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ ഞാൻ കുറച്ച് കുക്കുംബറും ടൊമാറ്റോയും ഇങ്ങനെ ഉപ്പിങ്ങനെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുക്കുംബറും ടൊമാറ്റോ ഉപ്പ് ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ വാവ ഒരുങ്ങി പോവുകയാണ് കേട്ടോ. യൂണിഫോം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കളറാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. യൂണിഫോം ഒന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ യൂണിഫോം കിട്ടുന്നത് വരെ കളർ ഇട്ടുകൊണ്ട് പോവുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ബസ് ഒരു 8:10 ആകുമ്പം ബസ് വരും. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ആൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോയി നിന്നാൽ ബസ് ലേറ്റായാണ് വരുന്നതെന്ന്. 8:10 കറക്റ്റ് വരുന്നത്. ഞാൻ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേ അവിടെ പോയി നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് ആൾ അങ്ങനെ പറയുന്നത്. നമ്മൾ നേരത്തെ നിന്നാലും ബസ് ലേറ്റായിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ അതാ ബസ് വന്നു, വാവനെ കയറ്റി വിടുകയാണ് കേട്ടോ. എനിക്ക് ആദ്യത്തെ ദിവസമൊക്കെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, കുറച്ച് ദിവസമായി. അപ്പോൾ വാവ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. ഇനി എനിക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, ചോറോ കറിയൊക്കെ ഉണ്ടാക്കണം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാഗിൽ കുറേ അൽക്കുരുത്ത് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി എനിക്ക് ആവശ്യമുള്ളത് മാത്രം ബാഗിനകത്ത് എടുത്ത് വെക്കുകയാണ്. ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കണം. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. അപ്പോൾ അത് നടക്കുവാണെങ്കിൽ എല്ലാവരോടും പറയാം. അപ്പോൾ കുറച്ച് ഫോട്ടോസും എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. എനിക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ആ പെന്ന് വേണം, ബാഗിലൊരു പെന്ന് ഇട്ടേക്കും ഞാൻ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെയൊക്കെ ബില്ലാണ് കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. എനിക്ക് ആവശ്യമുള്ളത് മാത്രം ബാഗിലെടുത്ത് വെക്കുന്നുണ്ട് ഞാൻ. ഒരു 10-10:30 ആകുമ്പോഴേ എനിക്ക് പോകണം. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഫോണിലൊക്കെ നോക്കി അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഒന്ന് ബാഗ് വൃത്തിയാക്കാമെന്നും പറഞ്ഞ് വന്നത്. അപ്പോൾ അതാ കുറച്ച് ഫയൽസിൽ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പാസ്ബുക്ക്, ബാങ്കിൽ പോകണം, പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. അപ്പോൾ എൻ്റെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സും കൂടി ഒന്ന് എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ ഇട്ടുകൊണ്ട് പോകുന്നത്. ഇതൊരു അനാർക്കലി ടൈപ്പ് ടോപ്പാണ്. നല്ല ടോപ്പാണ് കേട്ടോ, നല്ല രസമാണ്. ഞാൻ തയ്പ്പിച്ചതാണ് കേട്ടോ തുണി എടുത്തിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടോപ്പ്. അപ്പോൾ ഞാൻ ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.